റെലവൻസ് കൺസെപ്റ്റിനകത്ത് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വാൾട്ടേഴ്സ് അപ്രോച്ചാണ്. പ്രൊഫസർ ജെയിംസ് വാൾട്ടർ സപ്പോസ് ദ ഡോക്ടർ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ റെലവൻറ്റ്. ഡിവിഡൻഡ് ഡിസിഷൻസ് കറക്റ്റായിട്ട് റെലവൻറ്റുമാണ്. അത് നേരിട്ട് ഒരു ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും. ഹെൻസ് ദിസ് തിയറി ഓഫ് റെലവൻസ്. അതുകൊണ്ടാണ് ഇതിനെ തിയറി ഓഫ് റെലവൻസ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ഡിവിഡൻഡ് പോളിസി ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ഡിവിഡൻഡ് പോളിസി നേരിട്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദസ് ഡിവിഡൻഡ് പോളിസി എഫക്ട്സ് ദ വാല്യൂ ഓഫ് ഫേം. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ഫേം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു വാൾട്ടർ പ്രകാരം ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ ഇൻ്റർ വാൾട്ടർ പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും ഡിവിഡൻഡ് ഡിസിഷൻസും ഇൻ്റർ റിലേറ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി യോജിച്ചുള്ള ഒരു ഫങ്ഷനാണ്. ഇഫ് ദ കമ്പനി ഹാസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി കൂടുതലാണെങ്കിൽ അത് ഡിവിഡൻഡ് പേ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാത്ത പക്ഷം അത് ഡിവിഡൻഡ് പേ ചെയ്യണം. ദസ് ദ ഡിവിഡൻഡ് ഡിസിഷൻ അഫക്ട്സ് ദ മാർക്കറ്റ് പ്രൈസ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്രൈസ് എഫക്റ്റ് ചെയ്യുന്നു. അത് ഓട്ടോമാറ്റിക്കലി വാല്യൂ ഓഫ് ഫേമിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഫസർ വാൾട്ടർ പ്രകാരം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ബേസിസിലായിരിക്കും പോകുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ ആയിട്ട് അസ്യൂം ചെയ്യുന്നു, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. പ്രൊഫസർ വാൾട്ടർ പ്രകാരം ഇഫ് ആർ ഈസ് മോർ ദാൻ കെ, ആർ കെയിനേക്കാളും കൂടുതലാണെങ്കിൽ ഇഫ് എ ഫേം ഏൺസ് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഒത്തിരി കൂടുതലാണെങ്കിൽ ഓൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണേക്കാളും കൂടുതലാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെങ്കിൽ ദെൻ ദ ഫേം ഷുഡ് റീറ്റെയിൻ ദ ഏർണിങ്സ്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഫേം ഏർണിങ്സ് റീറ്റെയിൻ ചെയ്യണം. അത് ആർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. സച്ച് ഫേംസ് ആർ ടേംഡ് ആസ് ഗ്രോത്ത് ഫേംസ്. അങ്ങനത്തെ ഫേംസിനെയാണ് ഗ്രോത്ത് ഫേംസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഒപ്റ്റിമം പേ ഔട്ട് വുഡ് ബി 0. അതിൻ്റെ ഒപ്റ്റിമം പേ ഔട്ട് നോർമലി എന്തായിരിക്കും? 0 ആയിരിക്കും. ദിസ് വുഡ് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ഷെയർസ്. ഇതുകൊണ്ട് തന്നെ ഷെയർസിൻ്റെ വാല്യൂ അത് ഏറ്റവും കൂടുതൽ മാക്സിമൈസ് കൂട്ടാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഡിക്ലൈനിങ് ഫേംസ് വിച്ച് ഡു നോട്ട് ഹാവ് പ്രോഫിറ്റബിലിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിക്ലൈനിങ് ഫേംസിന് താഴോട്ട് വരുന്ന ഫേംസ് ആണെങ്കിൽ അതിന് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ലാതെ ആർ ഈസ് ലെസ് ദാൻ കെ ആണെങ്കിൽ ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി വുഡ് ഡിസ്ട്രിബ്യൂട്ട് ദി എൻറ്റയർ ഏർണിങ്സ് ആസ് ഡിവിഡൻഡ്. കിട്ടുന്ന ഡിവിഡൻഡ് പോളിസി എന്തൊക്കെയാണ് അത് നേരിട്ട് മീൻസ് ആ കിട്ടുന്ന ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി പ്രകാരം ഫേമിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി പ്രകാരം എന്താണോ മൊത്തം ഏർണിങ്സ് ഉള്ളത് ആ ഡിവിഡൻഡായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. കാരണം അത് ഡിക്ലൈൻ താഴോട്ടാണ് വരുന്നത്, പ്രോഫിറ്റ് ഒന്നും ഇല്ല. Thus 100% dividend payout ratio will result in maximizing the value of shares. കിട്ടുന്ന ഏർണിങ്സ് മൊത്തം ഡിവിഡൻഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആയിട്ട് വരും. അതുകൊണ്ട് ഷെയർസിൻ്റെ വാല്യൂ നമുക്ക് പ്രോപ്പറായിട്ട് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ സച്ച് കേസ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ യൂസ് ദ ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ ദം. അവരുടെ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോരോ പ്രോഫിറ്റബിലിറ്റായിട്ട് മീൻസ് പ്രോഫിറ്റ് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ഡിവിഡൻഡ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ എവിടെയാണോ കൂടുതലുള്ള അവിടെ അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻ കേസ് ഓഫ് നോർമൽ ഫേംസ് ആണെങ്കിൽ അത് ഉദാഹരണം വെച്ചാൽ ആർ ഈസിക്കൽ ടു കെ. ദ ഡിവിഡൻഡ് പോളിസി വിൽ നോട്ട് അഫക്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. ഒരിക്കലും അത് എഫക്റ്റ് ചെയ്യത്തില്ല. ആസ് എ ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ദ സെയിം റിട്ടേൺ. കാരണം എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേ റിട്ടേൺസ് തന്നെയായിരിക്കും തിരിച്ച് കിട്ടുന്നത്. ഫോർ സച്ച് ഫേംസ് ദർ ഇസ് നോ ഒപ്റ്റിമൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അവർക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഒന്നുമില്ല. ആൻഡ് ദ വാല്യൂ ഓഫ് ഫേം വുഡ് നോട്ട് ചേഞ്ച്. വാല്യൂ ഓഫ് ഫേം അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫേം ആർ ഫിനാൻസ് ത്രൂ റീറ്റെയിൻ ഏർണിങ്സ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ ഫിനാൻസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ ഏർണിങ്സ് മുഖാന്തരമാണ്. ആൻഡ് ദ ഫേം ഡസ് നോട്ട് യൂസ് എക്സ്റ്റേണൽ സോഴ്സ്. പുറത്തുനിന്ന് കടങ്ങളോ അങ്ങനെയൊന്നും വാങ്ങിക്കുന്നില്ല. കമ്പനിയുടെ റീറ്റെയിൻ ഏർണിങ്സ് എത്രയാണോ ഉള്ളത് അതനുസരിച്ച് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മുമ്പോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ദി ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആർ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ ഓഫ് എ ഫേം ആർ കോൺസ്റ്റൻറ്റ്. വാൾട്ടേഴ്സ് അപ്രോച്ച് പ്രകാരം അസംഷൻ എന്ന് പറഞ്ഞാൽ ആറും കെയും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൂന്നാമത്തത് ഏർണിങ്സ് പെർ ഷെയർ ആൻഡ് ഡിവിഡൻഡ് പെർ ഷെയർ ഡു നോട്ട് ചേഞ്ച് വെൽ ഡിറ്റർമൈനിങ് ദ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏർണിങ്സ് പെർ ഷെയറും ഡിവിഡൻഡ് പെർ ഷെയറും മാറത്തില്ല. നാലാമത്തെ ദ ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ്. ഫേമിന് ഏറ്റവും ഒത്തിരി ദീർഘമായുള്ള ഒരു കാലഘട്ടമുണ്ട്. കാരണം ഈ ഒരു അസംഷൻ വെച്ച് പോവുകയാണെങ്കിൽ ഈ വാൾട്ടേഴ്സ് അപ്രോച്ച് പ്രകാരം ഇക്വേഷൻ പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഷെയറിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ പി ഈസിക്കൽ ടു ഡി ബൈ കെ ഇ പ്ലസ് ആർ ഇൻറ്റു ഇ മൈനസ് ഡി
ഡിവൈഡഡ് ബൈ കെ ഇ ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ ഇ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പി ഈസിക്കൽ ടു ഡി പ്ലസ് ആർ ഇൻറ്റു ഇ മൈനസ് ടി ഡിവൈഡഡ് ബൈ കെ ഇ ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ ഇ എന്ന് പറയും. ഇവിടെ പി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ, ഡി എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ, ആർ എന്ന് പറയുമ്പോൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ വരും, ഇ എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ വരും, കെ ഇ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഒരു ഇതാ പറയുന്നത്.